എല്ലാവർക്കും നമസ്കാരം. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകൾ അടങ്ങിയിട്ടുള്ള വൃശ്ചികക്കുറി ജനിച്ചവരുടെ 2026 പുതുവർഷ ഫലങ്ങളെ നോക്കാം. 5-ൽ ശനിയും അഷ്ടമത്തിൽ വ്യാഴവും നിൽക്കുന്നതിനാൽ 2026 ആദ്യ പകുതി വൃശ്ചികക്കുറുകാർക്ക് അനുകൂലമല്ല എങ്കിലും ജൂൺ 2 വ്യാഴം ഭാഗ്യസ്ഥാനത്തിലേക്ക് മാറുന്നതോടെ നിങ്ങളുടെ തലവര തന്നെ മാറുന്നതാണ്. അതുവരെ പിടിച്ചു നിൽക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നും ജൂണിന് ശേഷം ലഭിക്കാൻ പോകുന്ന മഹാഭാഗ്യങ്ങൾ എന്തൊക്കെയാണ് എന്നും നമുക്ക് വിശദമായി പരിശോധിക്കാം. ശനി 5-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇതിനെ പഞ്ചമശനി എന്നാണ് പറയുന്നത്. 5-ാം ഭാവം എന്നത് ബുദ്ധി, മക്കൾ, പൂർവ്വപുണ്യം എന്നിവയെ ചിന്തിക്കുന്ന ഭാവമാണ്. ഇവിടെ ശനി നിൽക്കുകയും ജൂൺ 1 വരെ വ്യാഴം അഷ്ടമരാശിയിലും സഞ്ചരിക്കുന്നതിനാൽ ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വരികയും കുട്ടികളുടെ പഠനം, ആരോഗ്യം എന്നിവയെ ചൊല്ലി ടെൻഷൻ ഉണ്ടാകുന്നതുമാണ്. ഇത് ക്ഷമയോടെ ഇരിക്കേണ്ട സമയമാണ്. കൈവശമുള്ള പണം നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ആരോഗ്യകാര്യങ്ങളിലും അശ്രദ്ധ പാടില്ല. വലിയ നിക്ഷേപങ്ങൾ നടത്താനും ഇത് പറ്റിയ സമയമല്ല. എന്നാൽ ജൂൺ 2 മുതൽ ഇതുപോലെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുകയും തൊട്ടതെല്ലാം പൊന്നാകുന്നതുമാണ്. ഭാഗ്യാനുഭവങ്ങൾ തേടി വരും. വിദേശത്ത് പോകാനുണ്ടായിരുന്ന തടസ്സങ്ങൾ മാറും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനസ്സിന് സമാധാനം ഉണ്ടാകും എന്നുള്ളതാണ്. ഡിസംബർ 5 വരെ 4-ൽ രാഹു സഞ്ചരിക്കുന്നതിനാൽ വാഹനത്തിന് ഇടയ്ക്കിടെ അറ്റകുറ്റപ്പണികൾ ചെയ്യേണ്ടി വരും. 10-ൽ കേതു സഞ്ചരിക്കുന്നതിനാൽ ജോലിയിൽ ഒരുതരം വിരക്തി ഉണ്ടാകും. ഈ ജോലി വേണ്ട, വേറെ എന്തെങ്കിലും ചെയ്യണം എന്ന ചിന്ത വരും. അതേസമയം ആത്മീയപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് 4-ലെ കേതു അനുകൂല ഫലങ്ങളെ ആയിരിക്കും നൽകുക. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2026 ഒരു തിരിച്ചുവരവിൻ്റെ വർഷമാണ്. ജൂൺ മാസം മുതൽ അത്ഭുതകരമായ മാറ്റങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത്. പക്ഷേ ജൂൺ വരെ അല്പം ശ്രദ്ധിക്കണം. കാരണം പഠിച്ച കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോവുക, ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാതിരിക്കുക തുടങ്ങിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും. അതുകൊണ്ട് ഈ സമയത്ത് നിരാശപ്പെടാതെ ഇരട്ടി സമയം പഠനത്തിനായി നീക്കിവെക്കുക. ജൂൺ 2 ശേഷം വ്യാഴം 9-ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ വിദേശത്ത് പോയി പഠിക്കാൻ യോഗമുണ്ടാകും. തോൽക്കുമെന്ന് പേടിച്ച പരീക്ഷകളിൽ പോലും ഉയർന്ന മാർക്കോടെ വിജയിക്കാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് വർഷത്തിൻ്റെ ആദ്യ പകുതി വലിയ വെല്ലുവിളിയായിരിക്കും. അഷ്ടമവ്യാഴവും പഞ്ചമശനിയും കാരണം ജോലിസ്ഥലത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ആരും അംഗീകരിക്കില്ല. പ്രൊമോഷൻ തടസ്സപ്പെടും. അർഹതപ്പെട്ട അംഗീകാരങ്ങൾ മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് കണ്ട് വിഷമിക്കേണ്ടി വരും. പക്ഷേ ജൂൺ 2 ശേഷം കാര്യങ്ങളൊക്കെ മാറും. തടസ്സപ്പെട്ട പ്രൊമോഷനും ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റവും ലഭിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് മികച്ച ശമ്പളത്തിൽ നല്ല ജോലി ലഭിക്കും. അതുകൊണ്ട് ജൂൺ വരെ ക്ഷമയോടെ കാത്തിരിക്കുക. സാമ്പത്തികപരമായ കാര്യങ്ങളെപ്പറ്റി നോക്കുമ്പോൾ ജൂൺ മാസം വരെ വരവിനേക്കാൾ ചെലവ് എന്ന അവസ്ഥയായിരിക്കും. 8-ലെ വ്യാഴം അപ്രതീക്ഷിതമായ ചെലവുകളെ ഉണ്ടാക്കും. ഈ കാലയളവിൽ പണം ആർക്കും കടം കൊടുക്കരുത്. കൊടുത്താൽ പിന്നെ തിരികെ വരാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ ജൂൺ 2 മുതൽ ലോട്ടറി ഭാഗ്യം, ചിട്ടി, പൂർവിക സ്വത്ത് എന്നിവ ലഭിക്കും. ബിസിനസ്സിൽ നിന്ന് സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകും. ബാങ്ക് ബാലൻസും വർദ്ധിക്കും. വർഷാവസാനം സ്വന്തമായി വാഹനം വാങ്ങാനോ വീട് പുതുക്കി പണിയാനോ സാധിക്കും. ഇനി പ്രണയം, കുടുംബം എന്നീ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. 4-ാം ഭാവ രാഹു കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ബന്ധുക്കൾ തമ്മിൽ സ്വത്ത് തർക്കങ്ങൾക്കും സാധ്യതയുള്ള സമയമാണിത്. പ്രണയിക്കുന്നവർക്ക് 5-ലെ ശനി കാരണം നമ്മൾ യോജിക്കുമോ എന്ന സംശയം ഉണ്ടാകും. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജൂൺ മാസത്തിന് ശേഷം ഏറ്റവും അനുകൂലമായ സമയമാണ്. ഉച്ചവ്യാഴത്തിൻ്റെ അനുഗ്രഹത്താൽ നല്ല ആലോചനകൾ വരും. ഇനി ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ആരോഗ്യപരമായ കാര്യത്തിൽ വൃശ്ചികക്കുറുകാർ 2026 വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ്. വർഷാദ്യം അഷ്ടമ വ്യാഴമുള്ളതുകൊണ്ട് ആശുപത്രി വാസം വേണ്ടി വന്നേക്കാം. ജൂൺ മാസത്തിന് ശേഷം ആരോഗ്യം മെച്ചപ്പെടും. ഇനി നക്ഷത്രഫലങ്ങളിലേക്ക് കടക്കാം. വിശാഖം നാളുകാർക്ക് ജൂൺ മാസം മുതൽ സാമ്പത്തിക നേട്ടം അധികം ലഭിക്കുന്നതാണ്. അനിഴം നാളുകാർക്ക് 5-ലെ ശനി മനോവിഷമമുണ്ടാക്കും. അതേസമയം വിദേശത്ത് പോകാനും യോഗമുള്ള വർഷമാണിത്. തൃക്കേട്ട നാളുകാർക്ക് ജൂൺ മാസം മുതൽ മത്സര പരീക്ഷകളിൽ വിജയിക്കാൻ സാധിക്കും. അഷ്ടമവ്യാഴത്തിൻ്റെ ദോഷം മാറാനും രാഹുദോഷം കുറയ്ക്കാനും ജൂൺ മാസം വരെ വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, നാഗരാജാവിനെ പ്രാർത്ഥിക്കുക, മാസത്തിലൊരിക്കൽ 100 പാലും സമർപ്പിക്കുക. മൊത്തത്തിൽ നോക്കുമ്പോൾ 2026 ആദ്യത്തെ 6 മാസങ്ങൾ ക്ഷമയോടെ കാത്തിരുന്നാൽ ബാക്കിയുള്ള സമയം രാജാവായി വാഴാൻ വൃശ്ചികക്കുറുകാർക്ക് സാധിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.